വേദനിക്കുന്നച്ച. ഇങ്ങനെ അടിക്കല്ലേ. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഓരോ തവണ ബെൽറ്റ് തൻ്റെ ശരീരത്തിൽ പതിയുമ്പോഴും അറിയാതെ തന്നെ ശില്പ പറഞ്ഞു പോയി. എങ്കിലും അവളുടെ വാക്കുകൾ കേൾക്കാതെ വീണ്ടും വീണ്ടും അയാൾ തൻ്റെ മോളെ തല്ലിക്കൊണ്ടേയിരുന്നു. ഇതെല്ലാം കണ്ട് ഒരക്ഷരം മിണ്ടാതെ അവളുടെ അമ്മയും അനിയനും അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. ഇനി ഇന്നു മുതൽ നീ ഈ ഫോൺ കൈകൊണ്ട് തൊട്ടുപോകരുത്. നിന്നെ ഒരുപാട് വിശ്വസിച്ചതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഇനി ഈ വീട്ടിൽ നിന്ന് നീ പുറത്തിറങ്ങിയാൽ കൊല്ലും ഞാൻ നിന്നെ. അവളുടെ കുറെ ചാറ്റും വിളിയും. പിന്നെയും എന്തൊക്കെയോ പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന അച്ഛനെ അവൾ നിർവികാരതയോടെ നോക്കിയിരുന്നു. അമ്മയുടെ മുഖത്തെ പുച്ഛം കാണുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് എന്നുവരെ തോന്നിപ്പോയിരുന്നു അവൾക്ക്. രാത്രി ഉറങ്ങാൻ കിടന്നിട്ടും ശില്പയ്ക്ക് ഉറക്കം വന്നില്ല. അച്ഛൻ അടിച്ചതിനേക്കാൾ അവളെ വിഷമിപ്പിച്ചത് തൻ്റെ വാക്കൊന്നും തന്നെ അവർ വിശ്വസിച്ചില്ലല്ലോ എന്നതാണ്. പലപ്പോഴും താൻ അഹങ്കാരത്തോടെ പറഞ്ഞ വാക്കുകൾ. എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ വിശ്വാസമാണ്. പക്ഷെ ഇന്ന് അതേ വിശ്വാസം അവർക്ക് തന്നോടില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ഹൃദയം പൊട്ടുന്നതുപോലെ അവൾക്ക് തോന്നിപ്പോയിരുന്നു. ഇത്ര നാളും അച്ഛൻ്റെ അമ്മയുടെ ഇഷ്ടമായിരുന്നു തൻ്റെയും ഇഷ്ടം. അവരുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന ഒന്നും തന്നെ ഇതുവരെ ചെയ്തിട്ടില്ല, ഇനി ചെയ്യുകയുമില്ല. കഴിഞ്ഞ ദിവസം വെറുതെ തൻ്റെ കൂടെ പഠിച്ച ആദിത്യൻ അവൻ്റെ ചേട്ടൻ്റെ കല്യാണം പറയാൻ വിളിച്ചു. കുറേ നാൾ കൂടിയിരുന്ന് വിളിച്ചതായതുകൊണ്ട് അവരുടെ സംസാരം 1 മണിക്കൂറിലധികം നീണ്ടുപോയി. അച്ഛനും അമ്മയും മുറിയുടെ പുറത്തു വന്ന് നിന്നതൊന്നും താൻ അറിഞ്ഞില്ല. എന്താ അതി, നീ പെട്ടെന്നൊരു ഫോൺ വിളി? നിന്നെ വിളിക്കാൻ എനിക്ക് പ്രത്യേകിച്ച് കാര്യം വേണോ? അല്ലെങ്കിലും നിനക്കിപ്പോൾ പണ്ടത്തെ പോലെ എന്നോട് ഒരു സ്നേഹവുമില്ല. ഞാനൊരു മെസ്സേജ് അയച്ചാൽ പോലും നീ നോക്കാറില്ല. ദേ ചെക്ക, വെറുതെ എന്നോട് വഴക്കിന് വരല്ലേ. നിനക്കറിയില്ലേ എൻ്റെ സാഹചര്യങ്ങൾ. അങ്ങനെ വീട്ടിൽ എപ്പോഴും ഫോൺ എടുക്കാനൊന്നും പറ്റില്ലടാ. കിട്ടുന്ന സമയത്താണ് നിനക്ക് മെസ്സേജ് അയക്കുന്നത്. ഏത് നേരം ഇവിടെ പഠിക്കണമെന്ന് നിനക്കറിയില്ലേ? ഓ അറിയാം. ഇനി നിന്റെ സങ്കടത്തിൻ്റെ ലിസ്റ്റ് അഴിക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ചേട്ടൻ്റെ കല്യാണക്കാര്യം. അടുത്ത ആഴ്ചയാണ് കല്യാണം. കല്യാണത്തിൻ്റെ തലേ ദിവസം ഇവിടെ എത്തണം. അത് പറയാനാണ് ഒഫീഷ്യലായിട്ട് നിന്നെ വിളിച്ചത്. ഇനി ഞാൻ നിൻ്റെ വീട്ടിൽ വരണോ? ഏയ്, നീ വീട്ടിലൊന്നും വരണ്ട. ഞാൻ വരുമോന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. നോക്കട്ടെ. വീട്ടിൽ സമ്മതിക്കാൻ ചാൻസ് കുറവാണ്. നീ നോക്ക്. വരാൻ പറ്റുമെങ്കിൽ വാ. ഞാൻ നിർബന്ധിക്കില്ല. നിനക്കെന്നോട് ദേഷ്യമുണ്ടോ? ദേഷ്യമോ? എന്തിന്? എനിക്കറിയില്ലേ നിന്റെ വീട്ടിലെ അവസ്ഥ. നിർബന്ധിക്കില്ല ഞാൻ. നിനക്ക് പറ്റുമെങ്കിൽ മാത്രം വാ. ഞാൻ ഫോൺ കട്ട് ചെയ്യുവാ. രാത്രി മെസ്സേജ് അയക്കാം. ടേക്ക് കെയർ. ബൈ. ബൈഡാ. ഇത്ര മാത്രം പറഞ്ഞ് തിരിഞ്ഞപ്പോൾ കാണുന്നത് കലി തുള്ളി നിൽക്കുന്ന അച്ഛനെയാണ്. ആരോടാ നീ ഇത്ര നേരം കിന്നാരിച്ചത്? ആരാടി അവൻ? ഞങ്ങളറിയാതെ നിനക്കെന്താ അവനുമായി രാത്രി പരിപാടി? അത് എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ടാണച്ചാ. അവൻ്റെ ചേട്ടൻ്റെ കല്യാണത്തിന് ക്ഷണിക്കാൻ വിളിച്ചതാണ്. ക്ഷണിക്കാൻ വിളിച്ചതാണോടി 1 മണിക്കൂർ? നിന്റെ ഫോണൊന്ന് തന്നേ. എൻ്റെ പൊന്നുമോളുടെ ഫോണിലുള്ള കലാപരിപാടികൾ ഞാനൊന്ന് കാണട്ടെ. ഇത് പറഞ്ഞതും അച്ഛൻ ഫോൺ തട്ടിപ്പറിച്ചതും ഒരുമിച്ചായിരുന്നു. ഫോണിലെ ഗാലറി തുറന്നപ്പോൾ കാണുന്നത് ആദ്യം പല സ്ഥലത്തും പോയിട്ടയച്ച ഫോട്ടോസാണ്. അവൻ മാത്രമല്ല, കൂടെ പഠിച്ച മറ്റു പല കുട്ടികളുടെയും ഫോട്ടോ ഉണ്ട്. വാട്സപ്പിലെ സ്കൂൾ ഗ്രൂപ്പിൽ കൂട്ടുകാർ അയക്കുന്നതാണെന്ന് പറഞ്ഞിട്ടും അച്ഛൻ വിശ്വസിച്ചില്ല. വാട്സാപ്പിൽ ഓരോ കൂട്ടുകാരുമായിട്ടുള്ള ചാറ്റ് എടുത്ത് വായിച്ചപ്പോഴാണ് ആദ്യമായിട്ടുള്ള ചാറ്റ് കണ്ടത്. അതിൽ നീ കഴിച്ചോ, കിടന്നോ, പിന്നെ കുറേ സ്മൈലികൾ. ഈ മെസ്സേജുകളൊക്കെ കണ്ടതും അച്ഛൻ്റെ ദേഷ്യമൊന്ന് കൂടി. പിന്നീട് കൂടെ പിടിച്ച വേറെ കൂട്ടുകാരുമായിട്ടുള്ള ചാറ്റ് കൂടി തുറന്നു നോക്കി. അവസാനം ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അച്ഛൻ ഫോൺ തറയിൽ എറിഞ്ഞുടച്ചു. ഇതിനാണോ നീ എന്നും കോളേജെന്നും പറഞ്ഞ് ഇവിടെ നിറങ്ങുന്നത്? ഇനി ഫോണ് നീ കൈകൊണ്ട് തൊട്ടാൽ കൊല്ലും ഞാൻ. അവളുടെ കുറേ ഗ്രൂപ്പും കൂട്ടുകാരും. നീ കഴിച്ചോ കുടിച്ചോ എന്നൊക്കെ ചോദിക്കാൻ ഇവരൊക്കെ നിൻ്റെ ആരാടി? പഠിക്കാൻ വിട്ടാൽ പഠിച്ചിട്ട് തിരിച്ചു വരണം, അല്ലാതെ ബന്ധങ്ങളുണ്ടാക്കാൻ നിൽക്കരുത്.
കുറെ കൂട്ടുകാർ. നല്ല കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങളെ ചീത്തയാക്കാൻ ഇവനെപ്പോലെയുള്ള കുറേ എണ്ണം മതി. ഇനി എൻ്റെ അനുവാദമില്ലാതെ നീ ഈ വീടിൻ്റെ പടി ഇറങ്ങിയാൽ, ഫോൺ കൈകൊണ്ട് തൊട്ടാൽ കൊല്ലും ഞാൻ. ദേഷ്യത്തോടെ ഓരോ തവണ ബെൽറ്റ് ഉയരുമ്പോഴും ശില്പ വേദന കൊണ്ട് നിലവിളിച്ചു. അച്ഛൻ്റെ ഊഴം കഴിഞ്ഞ് ബെൽറ്റ് തറയിലിട്ട് പോയതും ചൂരൽ കൊണ്ട് അമ്മ തുടങ്ങി. കയ്യിലും കാലിലും എന്ന് വേണ്ട, ശരീരത്തിൽ ചൂരൽ പതിയാത്ത ഒരു സ്ഥലം പോലും അവൾക്ക് ബാക്കിയില്ലായിരുന്നു. ദിവസങ്ങൾ കടന്നു പോകവേ വാക്കുകൾ കൊണ്ട് അവളെ വേദനിപ്പിക്കാൻ അച്ഛനും അമ്മയും എന്തോ മത്സരം പോലെയായിരുന്നു. കുറേ ദിവസം കോളേജിൽ പോകാതിരുന്നു. ഒരു ദിവസം വീട്ടിലേക്ക് വന്ന അച്ഛൻ പറയുന്നത് അടുത്ത ദിവസം പെണ്ണ് കാണാൻ ആരൊക്കെയോ വരുന്നുവെന്നാണ്. എൻ്റെ പൊന്നുമോടെ സ്വഭാവം ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ഇനി നിന്നെ എന്ത് വിശ്വാസത്തിൽ ഞങ്ങൾ ഈ വീട്ടിൽ നിർത്തും? നീ ആരുടെങ്കിലും കൂടെ ഇറങ്ങിപ്പോയില്ലെന്ന് എന്താടി ഉറപ്പ്? നാളെ നിന്നെ കാണാനൊരു കൂട്ടർ വരും. ചെറുക്കന് നല്ല ജോലി, നല്ല കുടുംബം, മര്യാദയ്ക്ക് ഒരുങ്ങി നിൽക്കണം. കല്യാണം മുടക്കാൻ എന്തെങ്കിലും ചെയ്താൽ അറിയാലോ എന്നെ. ഇത്രമാത്രം പറഞ്ഞ് അച്ഛൻ ഇറങ്ങിപ്പോയപ്പോൾ സങ്കടം സഹിക്കാൻ വയ്യാതെ ശില്പ അമ്മയെ അവിടെ പിടിച്ചു നിർത്തി. ഇതിനു വേണ്ടി എന്ത് തെറ്റാണമ്മേ ഞാൻ ചെയ്തത്? കൂട്ടുകാരോട് സംസാരിക്കുന്നത് അത്ര വലിയ തെറ്റാണോ? നിങ്ങളുടെ വാക്കുകൾ ഞാൻ എപ്പോഴെങ്കിലും അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? എൻ്റെ ക്ലാസ് ഒന്ന് കഴിയാൻ പറയമ്മേ അച്ഛനോട്. എനിക്കൊരു ജോലിയെങ്കിലും ആവട്ടെ. അതുവരെ എനിക്ക് ഫോണും വേണ്ട, ഒന്നും വേണ്ട. പ്ലീസ് അമ്മേ. ഇനിയും നിൻ്റെ വാക്കുകൾ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല മോളെ. ഒരിക്കൽ നിന്നോട് അച്ഛൻ പറഞ്ഞതല്ലേ ഫോൺ പഠിക്കാനല്ലാതെ ഉപയോഗിക്കരുതെന്ന്. ഞങ്ങളുടെ മുന്നിൽ നല്ല കുട്ടിയായിട്ട് നിൻ്റെ റൂമിൻ്റെ ഉള്ളിൽ കയറിയല്ലേ കള്ളം ചെയ്തത്. അതുകൊണ്ട് മോള് കല്യാണത്തിന് തയ്യാറായിക്കോ. കല്യാണം കഴിഞ്ഞ് നിൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അതുപോലെ അങ്ങ് ചെയ്യ്. അച്ഛൻ്റെ അമ്മയുടെയും ആശയുടെ മുന്നിൽ അവൾ തോറ്റു. എല്ലാവരും കൂടി തോൽപ്പിച്ചു. ഒരു പ്രതിമ കണക്കെ എല്ലാ കാര്യങ്ങൾക്കും നിന്നു കൊടുക്കുമ്പോഴും, കല്യാണപ്പെണ്ണായി ഒരുങ്ങി മണ്ഡപത്തിൽ നിൽക്കുമ്പോഴും, അവൻ്റെ താലി ഏറ്റുവാങ്ങുമ്പോഴും മുന്നോട്ടുള്ളത് അവളുടെ മുന്നിൽ ഒരേയൊരു ചോദ്യചിഹ്നമായിരുന്നു. ദിവസങ്ങളും വർഷങ്ങളും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാതെ കടന്നുപോയി. ശില്പയ്ക്ക് കല്യാണം കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഒരു മോളുണ്ടായി. കല്യാണം കഴിഞ്ഞും പഠിക്കാൻ വിടാമെന്ന് പറഞ്ഞെങ്കിലും കുഞ്ഞുണ്ടായ ശേഷം അവളുടെ ഭർത്താവ് ശ്യാമ ശില്പയോട് ഇനി പഠിക്കാൻ പോകണ്ട, കുഞ്ഞിന് 2 വയസ്സാകട്ടെ എന്ന് പറഞ്ഞു. കുഞ്ഞിന് 2 വയസ്സ് കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും പ്രഗ്നൻ്റായി. പിന്നീട് പഠിക്കണമെന്ന് പറഞ്ഞെങ്കിലും ഓരോ കാരണം പറഞ്ഞ് ശ്യാമിൻ്റെ അമ്മ അതൊക്കെ തടഞ്ഞു. കുടുംബജീവിതത്തിൽ ഒരു പ്രശ്നം വേണ്ടെന്ന് വെച്ച് അവൾ എല്ലാത്തിനും മൗനം പാലിച്ചു. തൻ്റെ വിധി ഇതാണെന്നോർത്ത് കരയാൻ മാത്രമേ ആ പെണ്ണിന് കഴിഞ്ഞുള്ളൂ. ഇന്ന് ശില്പയുടെ അച്ഛൻ അശോകൻ സർവീസിൽ നിന്ന് റിട്ടയർ ആകുന്ന ദിവസമാണ്. വീട്ടിൽ വെച്ചുള്ള പാർട്ടിക്ക് ഏറ്റവും അടുത്ത കുറച്ച് സുഹൃത്തുക്കളെയും അവളുടെ ഫാമിലിയും ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാവരെയും സ്വീകരിച്ചുകൊണ്ട് ശില്പയും ഉണ്ടവിടെ. മോൾക്ക് ജോലിയൊന്നും ആയില്ലേ എന്ന് ബന്ധുക്കളുടെ ചോദ്യത്തിന് ഒരു പുഞ്ചിരി മാത്രമായിരുന്നു അവളുടെ മറുപടി. വന്ന ഗസ്റ്റിനെല്ലാം ചായയും മറ്റും കൊടുക്കുമ്പോഴാണ് അവൾ പണ്ട് തൻ്റെ കൂടെ പഠിച്ച അഞ്ജലിയെ കാണുന്നത്. ശില്പയെ കണ്ട അഞ്ജലി ഒരു ചിരിയോടെ തന്നെ അവളുടെ അടുത്തേക്ക് വന്നു. നീ വല്ലാതെ മാറിപ്പോയല്ലോ. എവിടെ നിന്റെ ഭർത്താവും മക്കളും? നമ്മൾ അവസാനമായി കണ്ടതേ നിന്റെ കല്യാണത്തിനല്ലേ. പിന്നെ FB ഒരു മെസ്സേജ് അയച്ചാൽ പോലും നിന്റെ ഒരു റിപ്ലൈ ഇല്ലല്ലോ. മനഃപൂർവ്വം അല്ലടി, സമയമില്ലാത്തോണ്ടാ. നീ എന്താ ഇവിടെ? എൻ്റെ അച്ഛനും നിന്റെ അച്ഛനും ഒരുമിച്ചല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അച്ഛന് ഇൻവിറ്റേഷനുണ്ട്. അങ്ങനെ അവർ കാര്യം പറഞ്ഞിരുന്നപ്പോൾ ശില്പയെ ശ്യാമെന്ന് വിളിച്ചുകൊണ്ടുപോയി. അഞ്ജലി അവളുടെ അച്ഛൻ്റെ അടുത്തേക്കും പോയിരുന്നു. എവിടെ പോയതാ മോളെ നീ? ഒന്നുമില്ല അച്ഛാ, അവൻ വിളിച്ചു. വരാൻ കുറച്ച് ലേറ്റാക്കും, ഞാനിവിടെ ഇരിക്കാൻ. പിന്നെ എന്നെ വയലിൻ ക്ലാസ്സിന് അവൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. എങ്കിലിവിടെ ഇരുന്നു. ഓക്കെ. പിന്നെ ഒരു കാര്യം പറയാം, എനിക്കിന്ന് രാത്രിയിൽ ഒരു കഥ പോസ്റ്റ് ചെയ്യാനുണ്ട്. എഴുതുന്നതിൻ്റെ ഇടയിൽ എന്നെ ശല്യപ്പെടുത്തരുത്. ഇല്ല പൊന്നെ, നീ എഴുതിക്കോ. ഇത് കേട്ടുകൊണ്ടാണ് ശില്പയുടെ അച്ഛൻ അശോകൻ പ്രസാദിൻ്റെ അടുത്തേക്ക് വരുന്നത്. എന്തെഴുതുന്ന കാര്യമാണ് മോള് പറയുന്നത്? മോൾക്കേ
ഈ ഓൺലൈൻ എഴുത്തിനോടൊക്കെ ചെറിയ താല്പര്യമുണ്ട് അശോക. ഒഴിവ് കിട്ടുന്ന സമയമല്ലായിരുന്നു എഴുതുന്ന കാണാം. അത് പറഞ്ഞതാ. പിന്നെ വയലിൻ പഠിക്കാനും പോകുന്നുണ്ട്. മോൾ അതിന് ഡോക്ടറാകാൻ പഠിക്കുമല്ലേ? പിന്നെ നീ എന്തിനാ വെറുതെ ഇത്തരം സ്വഭാവമൊക്കെ ചെയ്യുന്നത്? പഠിക്കുന്ന സമയം പഠിക്കാതെ ഫോണിൽ കുത്തിയിരുന്നാലേ കുട്ടികൾ വഴിതെറ്റിപ്പോകും. വയലിനൊക്കെ പഠിച്ചിട്ടിപ്പോൾ എന്ത് കിട്ടാനാ? വഴി തെറ്റും എന്ന് പറഞ്ഞ് ഫോണൊക്കെ പിടിച്ചു വെക്കുന്ന കാലമല്ല. ഇതെന്നാ നീ മറന്നുപോയോ? എൻ്റെ മോൾക്ക് എഴുതാൻ കഴിവുള്ളത് കൊണ്ടല്ലേ അവൾ എഴുതുന്നത്. പിന്നെ വയലിൻ വായിക്കാനൊക്കെ അങ്ങനെ എല്ലാ കുട്ടികൾക്കും കഴിവ് കിട്ടാറില്ല. അതെൻ്റെ മോൾക്ക് ദൈവം കൊടുത്ത കഴിവാണ്. അത് തട്ടിപ്പറിക്കാൻ എനിക്ക് തോന്നിയില്ല. ഒന്നിനും എൻ്റെ മോൾക്ക് ഞാൻ ലിമിറ്റ് വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾ വഴിതെറ്റി പോകുമെന്ന് പേടിയും എനിക്കില്ല. നമ്മൾ കെട്ടിയിടുമ്പോഴാണ് ആ കെട്ട് പൊട്ടിക്കാൻ അവർക്ക് തോന്നുന്നത്. നീ ഒന്ന് അഴിച്ചു വിട്ട് നോക്ക്, ഒരു പ്രശ്നവും കാണില്ല. എൻ്റെ മോളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഞാനാ. എന്തിനൊരുപാട് പറയുന്നു. അവൾ ആദ്യമായി ഒരാളെ ഇഷ്ടപ്പെട്ടപ്പോൾ അത് വന്ന് പറഞ്ഞത് അവളുടെ അച്ഛൻ്റെ അടുത്താ. എൻ്റെ ശില്പയുടെ പ്രായം തന്നെയല്ലേ മോൾക്കും? കല്യാണമൊന്നും നോക്കുന്നില്ലേ? 7 വർഷങ്ങൾക്ക് മുന്നേ, കൃത്യമായി പറഞ്ഞാൽ അവൾ 11ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ മോള് കണ്ടുപിടിച്ചിട്ടുണ്ട് അവളുടെ ലൈഫ് പാർട്ട്ണറെ. അവനിപ്പോൾ പോലീസിലാ ജോലി. അഞ്ചുമോളുടെ ക്ലാസ്സെല്ലാം കഴിഞ്ഞു മതി കല്യാണമെന്ന് രണ്ടുപേരും തറപ്പിച്ചു പറഞ്ഞു. ചിലപ്പോൾ അടുത്ത വർഷം കാണും. അങ്ങനെ കാര്യം പറഞ്ഞ് നിന്നപ്പോഴാണ് ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ അകത്തേക്ക് കയറി വന്നത്. അവനെ കണ്ടപ്പോൾ എവിടെയോ കണ്ടുമറന്ന മുഖമെന്ന് അശോകന് തോന്നി. എങ്കിലും എവിടെയെന്ന് മാത്രം മനസ്സിലായില്ല. അങ്കിൾ നിന്നെ പിടികിട്ടിയോ? വന്ന ഉടനെ അവൻ അശോകൻ്റെ കൈ പിടിച്ച് ചോദിച്ചു. എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷേ. എൻ്റെ പേര് ആദിത്യൻ. ആദി എന്ന് കൂട്ടുകാർ വിളിക്കും. ശില്പയുടെ ക്ലാസ്സിലാണ് ഞാൻ പഠിച്ചത്. അവളുടെ കല്യാണത്തിനൊക്കെ വന്നിട്ടുണ്ട്. ആദി എന്ന പേര് കേട്ടപ്പോൾ തന്നെ പണ്ട് നടന്ന കാര്യങ്ങളെല്ലാം അശോകൻ്റെ മനസ്സിലേക്ക് വന്നു. ഇതാണ് അശോക, അഞ്ചുമോൾ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കൻ. പ്രസാദ് പറഞ്ഞതും അശോകൻ അയാൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു. എൻ്റെ മോള് അവളുടെ ജീവിത പങ്കാളിയെ 7 വർഷം മുന്നേ കണ്ടെത്തിയെന്ന്. അങ്ങനെയെങ്കിൽ പണ്ട് ശില്പ പറയാൻ ശ്രമിച്ചതെല്ലാം സത്യമാണെന്ന് മനസ്സിലാക്കി. അറിയാതെ തന്നെ അയാളുടെ ഉള്ളിൽ ഒരു കുറ്റബോധം നിറഞ്ഞു. ശില്പയെ നോക്കിയപ്പോൾ കാണുന്നത് ഇളയമോന് ആഹാരം കൊടുക്കുന്നതാണ്. പണ്ടുള്ള സന്തോഷമൊന്നും ഇന്നാ മുഖത്തില്ല. വീട്ടുകാർക്ക് വേണ്ടി സന്തോഷം അവൾ അഭിനയിക്കുകയാണെന്ന് വരെ അയാൾക്ക് തോന്നിപ്പോയി. ശില്പയുടെ വിശേഷം പറഞ്ഞ ശേഷം അഞ്ജുവിൻ്റെ കൈ പിടിച്ച് പുറത്തേക്ക് നടന്നുപോയ ആദിയെ കണ്ടപ്പോൾ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി അയാൾ. 2 ദിവസം ശില്പ വീട്ടിൽ നിൽക്കട്ടെ എന്ന് അശോകൻ പറഞ്ഞതുകൊണ്ട് ശ്യാം ഒട്ടും മനസ്സിലാതെ അവളെ വീട്ടിൽ നിർത്തിപ്പോയി. മോൾക്ക് അവിടെ സുഖമല്ലേ? മക്കളെ ഉറക്കിക്കൊണ്ട് കിടന്ന ശില്പയുടെ അടുത്ത് വന്നു നിന്ന് ചോദിച്ചപ്പോൾ അയാളുടെ ശബ്ദം ഇടറിയിരുന്നു. ഒരു വേലക്കാരിക്ക് കിട്ടുന്ന എല്ലാ സുഖവും അവിടെ എനിക്കുണ്ടച്ചാ. പെട്ടെന്നായിരുന്നു അവളുടെ മറുപടി. മോളെ, നീ? ഞാൻ വഴിതെറ്റിപ്പോകുമെന്ന് പറഞ്ഞ് പെട്ടെന്ന് തിടുക്കപ്പെട്ട് കല്യാണം നടത്തിയപ്പോൾ അച്ഛൻ എൻ്റെ ഭാവി സുരക്ഷിതമാക്കിയെന്നല്ലേ വിശ്വസിച്ചിരുന്നത്. എന്നാൽ അവിടെ എൻ്റെ ജീവിതം എങ്ങനെയായിരുന്നുവെന്ന് ഈ 5 വർഷത്തിനിടയിൽ അച്ഛൻ അന്വേഷിച്ചിട്ടുണ്ടോ? ഭർത്താവിന് വേണ്ടത് രാവിലെ മുതൽ രാത്രി വരെ അയാളുടെ ആവശ്യങ്ങളെല്ലാം നടത്താനുള്ള ഒരു റോബോട്ട്. അമ്മായിമ്മയ്ക്ക് വേണ്ടത് കൂലിയില്ലാതെ ജോലി ചെയ്യാൻ പറ്റിയ ഒരു ജോലിക്കാരിയെയും. ഈ 2 റോളും ഞാൻ നല്ല ഭംഗിയായിട്ട് അവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ ശ്യാമേട്ടൻ്റെ അനിയൻ കല്യാണം കഴിച്ച പെൺകുട്ടിക്ക് സർക്കാർ ജോലി ഉള്ളത് കൊണ്ട് തന്നെ രാവിലെ അവൾക്ക് വേണ്ടത് ഉണ്ടാക്കി കൊടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വം. എല്ലാം സഹിക്കാനല്ലേ പറ്റൂ. അവരിറക്കി വിട്ടാൽ കയറി ചെല്ലാനൊരു വീട് പോലും ഇല്ല എനിക്ക്. ഇവിടേക്ക് വന്നാൽ അച്ഛനും അമ്മയ്ക്കും ഞാനാകും കുറ്റക്കാരി. വാടക വീടെടുത്ത് ജോലി ചെയ്ത് മക്കളെ നോക്കാമെന്ന് വെച്ചാലേ കയ്യിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പോലുമില്ല. അപ്പോൾ പിന്നെ അവരുടെ അവഗണനയെല്ലാം സഹിച്ച് ആ വീട്ടിൽ കഴിയാനല്ലേ എനിക്ക് പറ്റൂ. പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ എന്നെ സംശയിച്ചത് ആദിയുടെ പേര് പറഞ്ഞില്ലേ? അതിനും മുൻപേ അവൻ്റെ മനസ്സിലുള്ള പെണ്ണാണ് അഞ്ജലി. ഞാൻ അവൻ്റെ നല്ലൊരു ഫ്രണ്ട് മാത്രമായിരുന്നു. കല്യാണം കഴിഞ്ഞതോടെ കൂട്ടുകാരുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം അവസാനിപ്പിച്ചു.
അച്ഛൻ ഇപ്പോൾ വന്ന് എൻ്റെ സുഖവിവരം ചോദിക്കാൻ തന്നെ കാരണം അഞ്ജു മതിയുമല്ലേ? കതിരി വളമ്പിച്ചിട്ട് കാര്യമില്ല അച്ഛാ. എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി. ഇനി മക്കളെ നല്ല രീതിയിൽ വളർത്തണം. ആ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ എനിക്ക്. ഇനിയെങ്കിലും അച്ഛനൊരു കാര്യം മനസ്സിലാക്കണം. സ്വന്തം അച്ഛനും അമ്മയ്ക്കും മക്കളോട് വേണ്ടത് വിശ്വാസമാണ്. ഒരു തവണ, ഒരൊറ്റ തവണ എൻ്റെ വാക്ക് വിശ്വസിച്ചെങ്കിൽ ഇന്നെനിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു. അതെങ്ങനെയാ എന്നെ പെറ്റ അമ്മയ്ക്കല്ലായിരുന്നു ആ വിശ്വാസമില്ലാഞ്ഞത്? പിന്നെയല്ലേ പോറ്റി വളർത്തിയ അച്ഛൻ. പെൺമക്കളുടെ ഓരോ മാറ്റവും ആദ്യം അമ്മയാണ് അറിയുന്നത് എന്നല്ലേ വെയ്പ്പ്. ഇവിടെയോ അന്ന് അച്ഛൻ ബെൽറ്റുകൾ കൊണ്ട് സമ്മാനങ്ങൾ തന്നു. കൂടാതെ അമ്മയുടെ വക ചൂരലിനും. പോരാത്തതിന് എന്നെ കുറ്റപ്പെടുത്തലും പുച്ഛവും. ഇന്ന് ഈ നിമിഷം വരെ അമ്മയ്ക്കെന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അച്ഛൻ ആദിയെ അഞ്ജലിയും കണ്ടതുകൊണ്ട് മാത്രം സ്വന്തം മകളുടെ നിരപരാധിത്വം തിരിച്ചറിഞ്ഞു. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. എങ്കിലും ഇത്രയെങ്കിലും അച്ഛനോട് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല. അച്ഛൻ പേടിക്കണ്ട, ഞാൻ ഇവിടെ നിൽക്കാനൊന്നും പോകുന്നില്ല. നാളെ തന്നെ ശ്യാമേട്ടൻ വരും. കാരണം ഞാനില്ലെങ്കിൽ അവിടെ ജോലി ചെയ്യാൻ വേറാരും ഇല്ലല്ലോ. ഒരു പുഞ്ചിരിയോടെ ശില്പ പറഞ്ഞിട്ട് മക്കളുടെ അരിലേക്ക് ഒന്നുകൂടി ചേർന്ന് കിടന്നു. തിരിച്ചെന്തു പറയണമെന്നറിയാതെ ആ അച്ഛൻ പകച്ചു നിന്നു. ചെയ്തതെല്ലാം തെറ്റാണ്, തൻ്റെ മാത്രം തെറ്റ്. തിരിച്ചറിവ് വന്നപ്പോഴേക്കും ഏറെ വൈകിപ്പോയി. ഇനിയൊരു തെറ്റുതിരുത്തൽ നടക്കൂ എന്നറിയാതെ ആ അച്ഛൻ അവിടെ തറഞ്ഞു നിന്നു. ഈ സമയം അഞ്ജു ആദിയോടൊപ്പം ചേർന്ന് അവരുടെ ഭാവി സ്വപ്നം കാണുകയായിരുന്നു. അതിൽ നിറഞ്ഞു നിന്നത് അടുക്കളയിലെ പുക മാത്രമായിരുന്നില്ല, പകരം നിറമുള്ള ലോകത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളായിരുന്നു. അവളുടെ സ്വപ്നങ്ങൾക്ക് ചിറകായി അവനും ഉണ്ടായിരുന്നു. അവസാനിച്ചു. രചന വൈകാ ലക്ഷ്മി.